സത്യം പറഞ്ഞാൽ നവാസദയൊക്കെ സൈൻ ചെയ്ത സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആറ്റുനോറ്റൊരു കപ്പടിക്കുമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇമ്മാതിരി ചെയ്ത്ത് ചെയ്യുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവർ ഈസ്റ്റ് ബംഗാളും കിടിലൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇത്തവണ എന്തായാലും ഈസ്റ്റ് ബംഗാൾ അവരുടെ പാരമ്പര്യവും പ്രതാപവും പ്രൗഢിയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്ത് അടിച്ചണ്ണാക്കി കയറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു തേങ്ങ നടക്കത്തില്ല. എ ലീഗിൽ ഓൾ ടൈം ടോപ്പ് സ്കോററായിട്ടുള്ള ജെമി മെക്ലാരനെ സൈൻ ചെയ്തു. അതുകൂടാതെ കഴിഞ്ഞ സീസണിൽ പൊളിച്ചടുക്കിയ ജെയ്സൺ കുമിൻസ് അവിടെ ഉണ്ട്. പിന്നെ ദിമിത്തർ പെട്രോസ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വിശ്വസ്തനായ മിഡ്ഫീൽഡറാണോ സ്ട്രൈക്കറാണോ ഒന്നും അറിയാത്ത രീതിയിൽ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ സ്കോട്ടിഷ് മാന്ത്രികനായിട്ടുള്ള ഗ്രേഗ് സ്റ്റുവർട്ടിനെ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സഹൽ അബ്ദുൽ സമദിനെ പോലുള്ള ക്രിയേറ്റീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് കൂടെ ഉണ്ട്. ഇനി പറ ഇവന്മാരെ എങ്ങനെ തൊടാനാ? പിന്നെ ഡിഫൻസീവ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അപ്പുയ്യ പോലുള്ള താരങ്ങളെ കൊണ്ടുവന്ന് അവന്മാരവിടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സൈഡുകൾ നോക്കുകയാണെങ്കിൽ പ്രതിരോധ നിര വേണമെങ്കിൽ വീക്കാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മി എന്ന് പറയുന്ന താരം വന്നിട്ടുണ്ട്. പിന്നെ ടോമി ആൾറെഡി വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും അത്ര വലിയ പ്രൊഫൈലാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ടോമി ആൾറെഡൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. പക്ഷേ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ അവന്മാരുടെ ആക്രമണ നിര ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏത് ടീമിൻ്റെ പ്രതിരോധ നിരയും ചവിട്ടി മെതിക്കാനും ചിഹ്ന ഭിന്നമാക്കാനും പറ്റിയതാണ്. ഒരുപക്ഷെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു കളി പോലും തോക്കാതെ ഇൻവിൻസിബിൾ ടൈറ്റിലൊക്കെ ഇത്തവണ അടിക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അമ്മാതിരി അറ്റാക്കിംഗ് സൈഡ് ഏത് പ്രതിരോധം എങ്ങനെ ഇവന്മാരെ പിടിച്ചു കെട്ടാനാണ്? ക്രിയേറ്റീവായിട്ട് അറ്റാക്കിംഗ് സൈഡിലൂടെ കളി നടത്താൻ സഹൽ അബ്ദുൽ സമദ് വേണമെങ്കിലുണ്ട്. പിന്നെ ഗ്രേഗ് സ്റ്റുവർട്ട് ഉണ്ട്. ഈ രണ്ടെണ്ണവും മാത്രം മതി നല്ല സപ്ലൈ കൊടുക്കാൻ. ഇപ്പം ഇന്ത്യൻ മിഡ്ഫീൽഡാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മിഡ്ഫീൽഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്രറ്റോസ് ഒരു രക്ഷയില്ല. ജെയ്സൺ കുമിൻസ് പൊളിച്ചെടുക്കുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ ജെമി മെക്ലാരൻ. ഇനി എന്തു പറയാനുള്ളത്? വേറെ ഏത് ടീമിന് എന്ത് ചെയ്ത് നിൽക്കാൻ പറ്റും? പിന്നെ ഇതിനകത്തുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കിടിലൻ ടീമിനെയും കൊണ്ടുവന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. കാരണം ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ 90 മിനിറ്റുകൾക്കുള്ളിൽ ആ കുമ്മായ വരയ്ക്കുള്ളിൽ എന്താണോ നടക്കുന്നത് അതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മറ്റ് ക്ലബ്ബുകൾ കയറി പണിയൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം ഇത്രയും ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒരു ക്ലബ്ബിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ എതിരാളികളായിട്ട് വരുന്ന ടീമുകൾക്ക് അടി പതറാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു ടീമിന് എതിരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ടീമിനെ കളിപ്പിക്കാൻ ഏതെങ്കിലും കോച്ചിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള വിജയം തന്നെയാണ്. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഈ ഒരു സ്കോഡ് കാണുമ്പോൾ തന്നെ എതിരാളികളുടെ പ്രതിരോധവും മധ്യനിരയും പേടിച്ച് വിറങ്ങലിക്കാൻ തുടങ്ങും. ഈ ഒരു ജൈജാൻറ്റിക് 11 കണ്ട് പേടിക്കാതെ ഏതെങ്കിലും ടീം നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ അവരുടെ ഏറ്റവും വലിയ വിജയമാണ്. ഇത്തവണ മറ്റ് ക്ലബ്ബുകൾക്ക് ടൈറ്റിൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ്. കാരണം ഇത്രയും ഹ്യൂമങ്ങസ് ലെവൽ ടീം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ലാത്ത സാധനം.